ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദ സെയിം നാച്ചുറൽ ഡയമണ്ട് റഫ് വെച്ചാണ് നമ്മൾ ലാബ് ഗ്രോൺ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു നാച്ചുറൽ ഡയമണ്ട് റഫ് വെച്ചിട്ട് നമുക്കൊരു 10 to 12 ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഉണ്ടാക്കാം. സോ ദാറ്റ്സ് വൈ ദ കോസ്റ്റ് നോക്കുമ്പോൾ ഒരു 1/10 കോസ്റ്റ് നല്ല ഡിഫറൻസ് വരും. നമ്മൾ കസ്റ്റമറിന് എന്താ പറയാറിയോ, നിങ്ങൾ ലാബ് ഇവിടെ വന്നിട്ട് ലാബ് ഗ്രോൺ എടുക്കുക, 70,000 സ്പെൻഡ് ചെയ്യുക, ബാക്കി ഡിഫറൻസ് എമൗണ്ട് നമുക്ക് ഒരു പുതിയ കാറ് മേടിച്ച് നമുക്ക് വീട്ടിൽ പോവാം. യു ബ്രിങ് എനി ഡിസൈൻ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട, പിൻട്രസ്റ്റിൽ കണ്ടോ, അല്ലെങ്കിൽ ഗൂഗിളിൽ എനി ഇമേജ് യു ക്യാൻ ബ്രിങ്, സെയിം ഡിസൈൻ നമുക്ക് ഉണ്ടാക്കി തരാം വിത്തിൻ 14 days. ഒരാൾക്കാർ ചോദിക്കും നിങ്ങളുടെ തന്നെ ഡയമണ്ട് ഉണ്ടാക്കുന്നതാണോ? നോ, ഇറ്റ് ഈസ് ബേസിക്കലി മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മുടെ സൂറത്ത് ഈസ് എ ഹബ് ഫോർ ദ ഡയമണ്ട്സ്. അവിടെയാണ് ഈ ഡയമണ്ട് മാനുഫാക്ചറിങ് ആണ്. അവിടെ നമ്മൾ റോ ഡയമണ്ട് എടുത്തിട്ട് നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റിൽ വി പ്രൊഡ്യൂസ് ദ ജ്വല്ലറി. One instance where our Prime Minister gifted 7.5 single solitaire to Jill Biden. Okay. She was the first lady of the US back then. Yes. So at that point in time, this lab grown concept really boomed in India. Okay. So you don't have anything to lose. നമുക്ക് സെയിം സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ട്, സെയിം ആസ് നാച്ചുറൽ ഡയമണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ബൈബാക്ക് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പ്രൈസ് പോയിന്റ് ഹ്യൂജ് ഡിഫറൻസ്. സോ ഇതിൽ നിങ്ങൾക്ക് ലൂസ് ചെയ്യാനൊന്നുമില്ല. ഇറ്റ്സ് എ വിൻ-വിൻ സിറ്റുവേഷൻ. യു ക്യാൻ ട്രഷർ ഇറ്റ് അല്ലേ? അത് തന്നെയാണ്. അഫോർഡബിൾ ലക്ഷറി എന്ന് പറയുന്നൊരു വാക്ക് ഇപ്പം നമ്മുടെ ഇടയിലെല്ലാം വളരെ കോമൺ ആണല്ലേ. ലെറ്റ് ഇറ്റ് ബി സർവീസസ്, ലെറ്റ് ഇറ്റ് ബി പ്രൊഡക്ട്സ്, എല്ലാം നമ്മുടെ ഇടയിൽ കുറച്ച് കോമൺ ആയി വരുന്നുണ്ട്. ആൻഡ് ഇൻ കൊച്ചി വി ഹാവ് എ ന്യൂ പ്രൊഡക്റ്റ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ്, ആൻഡ് വി ഹാവ് ദ co-founders ഓഫ് ദ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ലാബ് ഗ്രോൺ ഡയമണ്ട് ജ്വല്ലറി ഇൻ കൊച്ചി, നിഹാർ ആൻഡ് മിത്തീഷ്. ഹലോ. Hi. സോ വൈ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കൊച്ചിയിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്നു? എന്താണ് സംഭവം? ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കൊച്ചിയിൽ ഡെഫിനറ്റ്ലി വി നെവർ തോട്ട് അബൌട്ട്, ബിക്കോസ് കൊച്ചി ഹാസ് യു നോ പുതിയ കാര്യം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യണ ഒരു മാർക്കറ്റ് അല്ല. സോ എസ്പെഷ്യലി ലാബ് ഗ്രോൺ ഒരു പുതിയ, ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ സംഭവമാണ്. ബട്ട് വി തോട്ട് ടു ടേക്ക് എ ചാലഞ്ച്, ബിക്കോസ് കൊച്ചിയിൽ നമ്മൾ സക്സസ് ആയാൽ പിന്നെ നമുക്ക് എവിടെയും സക്സസ് ആവും. യെസ്. കൊച്ചി തന്നെയാണോ നിങ്ങൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയൊക്കെയായിരുന്നു ശരിക്കും ഈ ലാബ് ഗ്രോൺ ഡയമണ്ട്? അത് ഞങ്ങൾ ഫോക്കസ് ആയിരുന്നു ആക്ച്വലി. ഞങ്ങൾക്ക് ആസ് വി ഓൾ നോ കേരള ഇസ് മോർ ഫോക്കസ് ടുവേർഡ്സ് ഗോൾഡ്. അപ്പോൾ കുറച്ച് സ്കെപ്റ്റിസിസം ഉണ്ടായിരുന്നു ഫോർ അസ് ഇവിടെ തുടങ്ങാൻ വേണ്ടി. പക്ഷേ ബീങ് ദിസ് ആർ ബേസ്, ദിസ് ഇസ് വെയർ വി ബോട്ട് അപ്പ്, ദിസ് വെയർ വി വർ റേസ്ഡ്. ഇവിടെ ഞങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വി ഫൗണ്ട്. ഇവിടെ there were no other lab grown diamond jewelry stores, so that was another big point or aspect we considered ഇവിടെ ഒരു സ്റ്റോർ തുടങ്ങാൻ വേണ്ടി. അതൊരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. അതെ, നിങ്ങളാണ് ആദ്യമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്ക്ലൂസീവ് ഷോറൂം, ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഷോറൂം ഇൻ കേരള അല്ലേ? കേരള നിങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് ഈ ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. നാച്ചുറൽ ഡയമണ്ട് ആണ് നമ്മൾ പൊതുവേ ജ്വല്ലറീസിൽ കാണുന്നത്. അതല്ലാണ്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ലാബ് ഗ്രോണും നാച്ചുറലും തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ ജസ്റ്റ് ഒരു ഗ്രോയിങ്ങിൻ്റെ പ്രോസസ് ആണ് വ്യത്യാസം. റിയൽ ഡയമണ്ട്സ് തന്നെയാണ്, പക്ഷേ ഇത് ഇൻസ്റ്റെഡ് ഓഫ് ഇൻ ദ നാച്ചുറൽ environment in the earth's crust, they are grown in the lab from natural diamond itself. ഇതാണ് ജസ്റ്റ് ഒരു ഗ്രോയിങ് പ്രോസസ് ആണ് വ്യത്യാസം ബിറ്റ്വീൻ a natural diamond and a lab grown diamond. Both are real diamonds. അതായത് ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നതാണ്. യെസ്, ഒരു നാച്ചുറൽ ഡയമണ്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ മൈൻ. അപ്പോൾ ലാബ് ഗ്രോൺ നമുക്കൊരു ഫ്രീക്വൻ്റ്ലി ആസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഏത് കസ്റ്റമറിൽ നമ്മുടെ ഷോപ്പിൽ കയറിയാൽ ഫസ്റ്റ് അവർ ഇതെന്താ ലാബ് ഗ്രോൺ, എന്താ സംഭവം പറഞ്ഞു. ലാബ് ഗ്രോൺ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നു, ഇറ്റ് ഈസ് മെയ്ഡ് സംതിങ് കുറച്ച് കെമിക്കലൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ലാബ് ഗ്രോൺ. അങ്ങനെയാണ് ഒരു ധാരണ. സോ ബേസിക്കലി ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദ സെയിം നാച്ചുറൽ ഡയമണ്ട് റഫ് വെച്ചാണ് നമ്മൾ ലാബ് ഗ്രോൺ ഉണ്ടാക്കുന്നത്. നാച്ചുറൽ ഡയമണ്ട് ആണ് മെയിൻ സീഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സീഡ്. ആൻഡ് കോസ്റ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ എന്തിനാ കോസ്റ്റ് ഡിഫർ ചെയ്യണം, എന്താ റേറ്റ് കുറവാണ് പറഞ്ഞാൽ സിമ്പിൾ തിങ്, നമുക്ക് ഒരു നാച്ചുറൽ ഡയമണ്ട് റഫ് വെച്ചിട്ട് നമുക്കൊരു 10 to 12 ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഉണ്ടാക്കാം. സോ ദാറ്റ്സ് വൈ ദ കോസ്റ്റ് നോക്കുമ്പോൾ ഒരു 1/10 കോസ്റ്റ് നല്ല ഡിഫറൻസ് പറഞ്ഞു. 1/10 ആണ് കോസ്റ്റ് വരുന്നുള്ളൂ ലാബ് ഗ്രോൺ ഡയമണ്ടിന്റെ. ബിഗർ ദ ഡയമണ്ട്, മോർ ദ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് വാല്യൂ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 1 ക്യാരറ്റിന്റെ സിംഗിൾ നാച്ചുറൽ ഡയമണ്ടിൽ ഒരു റിംഗ് എടുത്തോളൂ ഫോർ എക്സാമ്പിൾ, that will cost you somewhere around 7 lakh and above. Natural diamond 1 carat single stone. ഈ സെയിം നമ്മൾ ലാബ് ഗ്രോണിൽ വരുമ്പോൾ ഇത് വരും 75,000 rupees ഉള്ളൂ. നമ്മൾ കസ്റ്റമറിന് എന്താ പറയാറിയോ,
നിങ്ങൾ ലാബ് ഇവിടെ വന്നിട്ട് ലാബ് ഗ്രൗണ്ട് എടുക്കുക, 70,000 സ്പെൻഡ് ചെയ്യുക, ബാക്കി ഡിഫറൻസ് എമൗണ്ട് നമുക്ക് ഒരു പുതിയ കാറ് മേടിച്ച് നമുക്ക് വീട്ടിൽ പോവാം. ഞാനിത് ചോദിക്കുന്നത് ഒരു കോമൺ മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. എന്നാലും നാച്ചുറൽ ഡയമണ്ട് അല്ലേ നാച്ചുറൽ, ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എന്ത് പറയും? നമ്മൾ ഗോൾഡ് മേടിക്കുമ്പോൾ നമ്മുടെ എന്താ അതിൻ്റെ ബാക്കിലൊരു ഇൻറ്റ്യൂഷൻ ഈസ് ലൈക്ക് ഗോൾഡ് നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ആൾക്കാർ ഡയമണ്ട് എന്തിനാണ് മേടിക്കുന്നത്? ഡയമണ്ട് സാധാരണ കൂടുതൽ ലേഡീസാണ് മേടിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ ഡയമണ്ട്സ് ആർ ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ദി ലേഡീസ്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന എന്തിനാ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത്, റാദർ ദാൻ എപ്രീസിയേഷൻ. ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫോർ ഡയമണ്ട്. ആ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വൈ ഹാവ് ടു സ്പെൻഡ് ഹ്യൂജ് എമൗണ്ട് വെൻ യു ഗെറ്റിംഗ് ദ സെയിം തിങ് കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിൽ. ആൻഡ് യു ക്യാൻ ബൈ വൺ മോർ തിങ്. നമ്മൾ ഇവിടെ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യണില്ല. നമ്മൾ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഇട്ടാൽ നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ ഡയമണ്ട് ഇടുന്നത്. ആൾക്കാർക്ക് കാണിക്കാൻ ഡെഫിനറ്റ്ലി ഈസ് ദെയർ, പക്ഷെ നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതിലുണ്ട്. സോ ഇഫ് യു ആർ കോംപ്രമൈസിങ് ഓൺ എനിത്തിങ് ഡെഫിനറ്റ്ലി അത് വರ್ತല്ല. പക്ഷേ നമ്മൾ ഇതിലൊരു കാര്യം കോംപ്രമൈസ് ചെയ്യണില്ല. ബിക്കോസ് ഇറ്റ് ഈസ് സെയിം ഹാസ് നാച്ചുറൽ. നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്കൽ, കെമിക്കൽ, ഒപ്റ്റിക്കൽ, ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദ സെയിം ഹാസ് ദി നാച്ചുറൽ ഡയമണ്ട്. അപ്പോൾ ഇതിൽ കോംപ്രമൈസ് ഇല്ല. അറ്റ് ദ സെയിം ടൈം യു ആർ ഗെറ്റിംഗ് ഇൻ എ മോർ അഫോർഡബിൾ റേറ്റ്. സോ വൈ നോട്ട് ലാബ് ഗ്രോൺ? എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു? നിങ്ങൾക്ക് ഈ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ വാട്ട് ഡിഡ് യു ഫെൽറ്റ്? മീൻസ് ആൾക്കാർ അത്രത്തോളം വില്ലിങ് ആണോ ടു അക്സെപ്റ്റ് ദിസ്? ഇപ്പം കൊച്ചി ഈസ് ടഫ് എന്ന് പറഞ്ഞു, ബട്ട് നിങ്ങൾ എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ടല്ലോ അതിന് മുന്നേ. എക്സിബിഷൻസ് ചെയ്ത സമയത്താണെങ്കിലും ഇപ്പോൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും ഹൗ ഡു യു ഫീൽ? ആൾക്കാർ എങ്ങനെ ഇതിനെ റിസീവ് ചെയ്യുന്നു? അപ്പോൾ there is a whole new bunch of category created called high earning not rich category. അപ്പോൾ ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ് ആർ വെരി മച്ച് ഫോക്കസ്ഡ് ഓൺ കോൺഷ്യസ് ലക്ഷറി, മോർ ഫോക്കസ്ഡ് ഓൺ എന്താ പറയുക ഞങ്ങളുടെ സസ്റ്റൈനബിലിറ്റി ആസ്പെക്ട്, സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ്. അപ്പോൾ അവർക്ക് വേണ്ടി ആണ് ഈ പ്രൊഡക്റ്റ്. നൗ വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ somebody starts earning more, they will want to upgrade themselves. അല്ലേ? അപ്പോൾ ഒരു ഡയമണ്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്ഗ്രേഡേഷൻ, upgrading their lifestyle. Gold is a regular jewelry. Diamond, when it comes, ഒരു ഡയമണ്ട് മേടിച്ചു കൊടുത്താൽ somebody sees somebody wearing a diamond, they say okay, he's upgraded himself or herself. അപ്പോൾ it's a statement of improving their lifestyle. So this individuals who've started earning more, for them, and again conscious. ചിലർ കാർ വാങ്ങും ലക്ഷറി അല്ലെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, ചിലർ ജ്വല്ലറീസ് ആകുമ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡയമണ്ട്സിലേക്ക് വരും. നിങ്ങൾ ഈ മീൻസ് വെൻ ഡയമണ്ട്സ് ലക്ഷറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണും കുഞ്ഞു കുഞ്ഞു മൂക്കുത്തി, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള നമ്മൾ പെട്ടെന്ന് നോക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കമ്മൽ. പക്ഷെ അതിലും വലിയൊരു ഫാക്ടർ ഇല്ലേ ഈ വലിയ സോളിറ്റേഴ്സ് വരുമ്പോൾ? അതിനല്ല നിങ്ങൾ ഈ പറയുന്ന വലിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നത് അതിനാണോ ഈ പറയുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനത്തോളം വരും? ഇപ്പം ഒരു ചെറിയ മൂക്കൂത്തി ആണെങ്കിൽ മേ ബി നമുക്കൊരു 9,000 കിട്ടിയേക്കാം ഒരു ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഡയമണ്ട് മൂക്കുത്തി മേ ബി ഇല്ല 13,000 14,000 കിട്ടിയേക്കാം. അതും നിങ്ങൾക്ക് ആ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു പ്രൊഡക്റ്റും വലിയൊരു പ്രൊഡക്റ്റും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നാച്ചുറൽ ഡയമണ്ട്സിൽ വരുന്ന കോസ്റ്റ് ഡിഫറൻസ് അത് ഹ്യൂജ് അല്ലേ ശരിക്കും? അല്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ സോളിറ്റയറിൽ നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. സോളിറ്റയർ സിംഗിൾ സ്റ്റോൺ ആണെങ്കിൽ സിംഗിൾ സ്റ്റോൺ ആണെങ്കിൽ എനിത്തിങ് എബൌവ് 30 cents അതെനിക്ക് കുറച്ചുകൂടി വലിയ ഡിഫറൻസ് കാണാം. പക്ഷേ ചെറിയ സ്റ്റോൺ നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ ജ്വല്ലറി ഐറ്റം ഫോർ മൂക്കുത്തി തന്നെ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഐറ്റമാണ് മൂക്കുത്തി. എന്താ അതിൽ ഡിഫറൻസ് വരുമ്പോൾ ഒരു അറൗണ്ട് ഒരു 3 times ഡിഫറൻസ് ഫോർ ഷുവർ വരും. ഓക്കെ. ഒരു മൂക്കുത്തി ഒരു നാച്ചുറൽ ഡയമണ്ടിൽ ഫോർ എക്സാമ്പിൾ ഒരു 14,000 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇറ്റ് വിൽ ബി അറൗണ്ട് ഒരു 6,000 rupees, 5,000 6,000 റേഞ്ചിൽ. ഓക്കെ. ഗോൾഡിന്റെ റേറ്റ് അങ്ങനെ ഇരിക്കുക, ഡയമണ്ടിന്റെ വാല്യൂല് മാത്രം മാറ്റം. ബേസ് ഗോൾഡ് സെയിം റെഗുലർ ഗോൾഡ് ആണ്. അതെ അതെ. ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് നമ്മൾ ഈ ലാബ് ഗ്രോണും നാച്ചുറൽ കമ്പയർ ചെയ്യുമ്പോൾ ദ ബേസ് മെറ്റൽ ഈസ് ദ സെയിം, അത് ഗോൾഡ് തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദി സ്റ്റോൺ വാല്യൂ. നമ്മളിപ്പോൾ പറയുന്നത് 7 lakh ആണ് ഒരു സോളിറ്റർ റിംഗ്. അപ്പം അതിൽ ചിലപ്പോൾ 2 gram ഗോൾഡ് ഉണ്ടാവുള്ളൂ. അതിന്റെ വില അത് സെയിം തന്നെയാണ് രണ്ടിലും. പക്ഷെ ബാക്കി ഡിഫറൻസ് എമൗണ്ട് നിങ്ങൾ കൊടുക്കണ ഈസ് ഫോർ ദി സ്റ്റോൺ, ദ ഡയമണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി ഒരു 7 lakhs ഒക്കെ ഒരു ഡയമണ്ട് സോളിറ്റയർ ആണെങ്കിൽ വി വിൽ ഗെറ്റ് ഇറ്റ് ഫോർ 75,000 അല്ലേ? 75,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതാണ് ലാബ് ഗ്രോണിൻ്റെ ഏറ്റവും വലിയ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടായിരുന്നു.
നമുക്ക് ഈ ചില പ്രാവശ്യം ഈ 7 lakh വരെ ബേബി ദ കളർ. സോ നമുക്കൊരു പാരാമീറ്റർ ഉണ്ട്. നമ്മൾ ഒരു ഡയമണ്ട് മേടിക്കുമ്പോൾ ദർ ആർ ഫ്യൂ പാരാമീറ്റേഴ്സ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് വിച്ച് ഡിറ്റർമൈൻസ് ദി പ്രൈസ് ഓഫ് ദി ഡയമണ്ട്. ഓക്കെ. നമ്മൾ ഫോർ എക്സാമ്പിൾ 1 ക്യാരറ്റിന് തന്നെ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുത്തോളൂ. ഒരു 7 lakh ആണെങ്കിൽ ചിലപ്പോൾ വേറൊരു സെയിം 1 ക്യാരറ്റിൻ്റെ ചിലപ്പോൾ അത് 5 lakh നിങ്ങൾക്ക് സെയിം റേറ്റിൽ കിട്ടും 1 ക്യാരറ്റ് തന്നെ. പക്ഷെ ഡിഫറൻസ് എന്താ പറഞ്ഞത് ദ കളർ. ഏത് കളർ ഓഫ് ഡയമണ്ട് ആണ്, ഏത് ക്ലാരിറ്റി ആണ്. കളർ ആൻഡ് ക്ലാരിറ്റി ആണ് തീരുമാനിക്കുന്നത് ആ ഡയമണ്ട് എത്ര ഷൈൻ. ചില ഡയമണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ല ഷൈൻ ആണല്ലോ. ചില ഡയമണ്ട് നിങ്ങൾക്ക് കാണും ചിലപ്പോൾ കാണൂല, തന്നെ ഇട്ടാലും ചിലപ്പോൾ വിസിബിൾ ആയിരിക്കില്ല. ബിക്കോസ് അത് കളർ ക്ലാരിറ്റി അതിന്റെ ചിലപ്പോൾ കുറവായിരിക്കും. അതിനനുസരിച്ച് പ്രൈസ് വേരിയേഷൻസ് വരും. യെസ്, 100%. അപ്പോൾ ഈ അത് നാച്ചുറൽ ഡയമണ്ട്സിന്റെ കേസിൽ ഇത് സെയിം തന്നെ നമ്മുടെ ഇതിലും ആപ്ലിക്കബിൾ ആണ്. ഷൈനും ക്ലാരിറ്റിയും എല്ലാം തന്നെ സെയിം. ബിക്കോസ് നാം പറഞ്ഞ പോലെ ദ ബേസ് ഓഫ് ദിസ് ഇസ് ദി നാച്ചുറൽ ഡയമണ്ട് ഉള്ളി. അതിന്റെ സെയിം പാരാമീറ്റർ ആണ് നമുക്ക് ലാബ് ഗ്രോണിലുള്ളത്. ഒൺലി കോസ്റ്റ് വൈസ് മാത്രം ഡിഫറൻസ്. ബാക്കി എല്ലാം കളർ, ക്ലാരിറ്റി, കട്ട്, എവറിത്തിങ് ഇസ് സെയിം ഹാസ് ദി natural diamond. And the certifying bodies, certifications bodies are same for natural diamonds as well as the lab grown diamonds. For example, IGI certifies both natural diamonds as well as lab grown diamonds. Our certificate le parameters are the same: cut, color, clarity and carats. ഓക്കെ. ഇറ്റ്സ് കോൾഡ് ദ 4 Cs. നിങ്ങൾ ചെയ്യുന്ന ജ്വല്ലറീസിൽ എന്തെല്ലാം ഇപ്പം നമുക്ക് എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ ജ്വല്ലറീസിൽ ഇപ്പോൾ കാണാനും പറ്റുന്നുണ്ട് കസ്റ്റമൈസേഷൻസ്. ഇപ്പോൾ എനിക്കൊരു ലോക്കറ്റ് വേണം, ഇല്ലെങ്കിൽ എനിക്കൊരു എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് എനിക്കൊരു സ്പെഷ്യലൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്തു തരുന്നുണ്ടായിരിക്കുമോ നിങ്ങളുടെ ഷോപ്പിൽ നക്ഷിൽ? നമ്മൾ അതിനു വേണ്ടിയാണ് സ്പെഷ്യലൈസ്ഡ് ഉള്ളത്. നമുക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് പറഞ്ഞ് എല്ലാം കസ്റ്റമൈസേഷനാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പറഞ്ഞ അവർക്ക് എല്ലാം ഫോർ എവറി ഒക്കേഷൻ ദേ വോണ്ട് ടു സ്പെഷ്യൽ യൂണീക്ക് ആയിരിക്കണം. നമ്മൾ ഒരു സ്ഥലത്തും കാണാത്ത ഒരു കാര്യം ഇടണം അവർക്ക്. സോ ആ യൂണീക്നെസ്, കസ്റ്റമൈസേഷൻ ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ കാലം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ത്രൂ എല്ലാം കാര്യം ഡിസൈൻസ് ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ യു ബ്രിങ് എനി ഡിസൈൻ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട, പിൻട്രസ്റ്റിൽ കണ്ടോ, അല്ലെങ്കിൽ ഗൂഗിളിൽ എനി ഇമേജ് യു ക്യാൻ ബ്രിങ് സെയിം ഡിസൈൻ നമുക്ക് ഉണ്ടാക്കി തരാം വിത്തിൻ 14 days. 14 days. And within their budget, yes. Lab growns gives that opportunity or that liberty for that customer. Same design same അവരുടെ ബഡ്ജറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഈ ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? നിങ്ങൾ ഹൗ ഡു യു ഹെൽപ്പ് ദം ഇൻ ദാറ്റ്? അതിലെന്താ, നമ്മൾ ഒരു ഡിസൈൻ കോംപ്രമൈസ്. സോ യു ബോട്ട് എ ഡിസൈൻ. നമുക്ക് ആ സെയിം ഡിസൈൻ നമുക്ക് ചിലപ്പോൾ 1 lakh ഉണ്ടാക്കാം, 50,000 ഉണ്ടാക്കാം. അതിലെന്താ വാരി ചെയ്യാൻ പോകുന്നത് അറിയാമോ? ബിക്കോസ് ഈ ചില പ്രാവശ്യം ഒന്ന് സൈസ് വേറെ, പിന്നെ ഗോൾഡ് പോർഷൻ വിൽ റിമെയിൻ ദ സെയിം. നൗ നിങ്ങൾക്ക് ഡയമണ്ട് ഏത് സൈസ് വേണം. വലിയ ഡയമണ്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോസ്റ്റ് കൂടും. കുറച്ച് ചെറിയ ഡയമണ്ട് ആണെങ്കിൽ റേറ്റ് പിന്നെ കുറവാകും. സോ യു ആർ നോട്ട് കോംപ്രമൈസിങ് വിത്ത് ദ ഡിസൈൻ. നമുക്ക് ആ സെയിം ഡിസൈൻ കിട്ടും, പക്ഷേ ഓൺലി ദ സൈസ് ഓഫ് ദ സ്റ്റോൺ. സോ ആ നിങ്ങൾക്ക് അത്ര ലിബർട്ടി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങളുടെ ഡിസൈൻ തന്നെ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ഇപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അത് ആക്സസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാകും. ഗോൾഡിൻ്റെ റേറ്റ് നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല നിൽക്കുന്നത്. ഗോൾഡ് ഇസ് എ ഫാക്ടർ. അതല്ലാണ്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ? ഐ നോ സംതിങ് ഇസ് ദെയർ ഇൻ യുവർ സ്റ്റോർ. അതെന്താണെന്ന് പറയും. ഞങ്ങൾ തുടങ്ങി വയ്ക്കണ സിൽവർ ജ്വല്ലറി, ഡയമണ്ട് സ്റ്റാർട്ടഡ് സിൽവർ ജ്വല്ലറി ഇസ് വാട്ട് വി സ്റ്റാർട്ടഡ്. ഞങ്ങൾ വേറെ കാറ്റഗറി തുടങ്ങി വയ്ക്കണ 14 karat ഗോൾഡിൽ ഡയമണ്ട് സ്റ്റാർട്ടഡ് ജ്വല്ലറി. അപ്പം അതിൽ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും ഗോൾഡിലൊന്ന്. നമ്മ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മ ഡയമണ്ട് ജ്വല്ലറി പറഞ്ഞ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ഡയമണ്ടിലും ദ മെറ്റൽ പോർഷൻ ഈസ് ഗോൾഡ് ഫോർ 18 karat ഗോൾഡ്. 18 karat ഗോൾഡ്. പക്ഷേ കുറച്ചുകൂടി ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ഫോർ ഗിഫ്റ്റിംഗ് പർപ്പസ്. ഇപ്പോൾ ബിക്കോസ് നിങ്ങൾ പറഞ്ഞ പോലെ ഗോൾഡ് റേറ്റ് ഈസ് ഗെറ്റിംഗ് ഹയർ ഡേ ബൈ ഡേ. സോ അവർക്ക് വേണ്ടി വി ആർ ഡൂയിങ് ഇൻ 14 karat ഓൾസോ. ഓക്കെ. അപ്പൊ അതിൽ ഇത് ഷൈൻ കളർ എല്ലാം അത് തന്നെ ആയിരിക്കും. ചില കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കാറുണ്ട് 14 karat ആണെങ്കിൽ പിന്നെ അത് കളർ പോവൂലേ, മങ്ങൂലേ, യെല്ലോയിഷ് എങ്ങനെ കാണും, ഫെയ്ഡ് ആവുമോ അല്ലേ? ഇറ്റ് ഈസ് സെയിം. ഓൺലി അത് ബിക്കോസ് ദി അലോയ്സ് 14 karat ഗോൾഡ് കൂടുതലായിട്ട് കുറച്ച് കൂടുതൽ ഷൈൻ ചെയ്യും. സോ നമുക്ക് ഇതിൽ ഒരു കോമ്പയർ. അറ്റ് ദ സെയിം ടൈം നമുക്ക് കോസ്റ്റ് കുറവാകും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഗോൾഡ് ഓർണമെന്റും കിട്ടും. സിൽവറിൽ ചെയ്യുന്നതുകൊണ്ട് ഐ തിങ്ക് യങ്സ്റ്റേഴ്സിനൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആക്സസിബിൾ ആയിരിക്കും അല്ലേ? 14 karat ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഒക്കെ അല്ലേ? വി നെവർ തോട്ട് അബൌട്ട് സിൽവർ. പക്ഷേ നമ്മൾ തുടങ്ങിയപ്പോൾ 5 മാസമായി. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പ് ത്രൂ കുറേ എൻക്വയറീസ് വരാറുണ്ട്. ബിക്കോസ് പീപ്പിൾ വാണ്ട് ഡയമണ്ട്
സോ വിത്ത് ലാബ് ഗ്രൗണ്ട് ഇപ്പം എന്താ അറിയോ, ഡയമണ്ട് ഹാസ് ബിക്കം എഫോർഡബിൾ. പക്ഷെ അവർ പറഞ്ഞ ഗോൾഡ് എന്ത് ചെയ്യുന്നു നമ്മ. സോ ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ദെൻ വി തോട്ട് കുറേ ആൾക്കാർ സിൽവർ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ബിക്കോസ് പീപ്പിൾ ആർ റെഡി ടു ആക്സെപ്റ്റ് ഡയമണ്ട് അലോങ് വിത്ത് ദ സിൽവർ. സോ ദെൻ വി തോട്ട് വൈ നോട്ട് ലെറ്റ് us ഡു സംതിങ് വിത്ത് സിൽവർ. സോ ഫസ്റ്റ് ടൈം ഐ ഗെസ് എക്സ്ക്ലൂസീവ്ലി ഇൻ കേരള നമ്മളാണ് ഡയമണ്ട് അലോങ് വിത്ത് ദ സിൽവർ ജ്വല്ലറി നമ്മൾ ഉണ്ടാക്കുന്നത്. യെസ്, ഇറ്റ് ബിക്കംസ് വെരി മച്ച് അഫോർഡബിൾ. ഫോർ എക്സാമ്പിൾ ഒരു 3 gram 18 karat ഗോൾഡ് ആണെങ്കിൽ കംസ് ടു അറൌണ്ട് 22,000. ഓക്കെ. സെയിം നമുക്ക് ഒരു 3 gram സിൽവറിലാണെങ്കിൽ ആ സെയിം ഐറ്റം ഉണ്ടാക്കുമ്പോൾ സെയിം ജ്വല്ലറി ഇറ്റ് വിൽ ജസ്റ്റ് കോസ്റ്റ് യു 3,000 ഫോർ ദി മെറ്റൽ പോർഷൻ. ഓക്കെ. ബാക്കി ഡിഫറൻസിൽ നിങ്ങൾക്ക് വലിയ ഡയമണ്ട് മേടിക്കാം. സോ നിങ്ങൾ ഒരു 20,000 സ്പെൻഡ് ചെയ്താൽ സിൽവറിൽ ഒരു സിൽവർ റിംഗ് നിങ്ങൾ 20,000 മേടിച്ചാൽ 90% യു ആർ സ്പെൻഡിങ് ഫോർ ദി ഡയമണ്ട് itself. ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു, നിങ്ങൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കൈൻഡ് ഓഫ് ജ്വല്ലറീസ് ഉണ്ട്. ഇപ്പോൾ ഐ തിങ്ക് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രൈഡ്സ് എല്ലാം നോർമലി എന്താ പറയുക, മോസ്റ്റ്ലി ഡയമണ്ട്സ് ആണ് വെയർ ചെയ്യുന്നത്, ഇപ്പം മാലകളെല്ലാം ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ ഇപ്പം ഞാൻ മൂക്കുത്തിയുടെ കാര്യം ഞാൻ എടുത്ത് ചോദിച്ചു, മൂക്കുത്തി മേ ബി ഇയർ സ്റ്റഡ്സ് ഉണ്ടാവും, റിങ്സ് ഉണ്ടാവും, വേറെ എന്തെല്ലാം ഓപ്ഷൻസ് നിങ്ങളുടെ ഷോപ്പിൽ വരുന്നത് നോർമലി? നോസ് പിൻസ് ഉണ്ട്, അലോങ് വിത്ത് ദാറ്റ് പെൻഡൻസ് ഉണ്ട്, ഇയറിങ്സ്, റിങ്സ്, ബാംഗിൾസ്, ബ്രേസ്ലെറ്റ്സ്, ഓക്കെ, necklaces, neck pieces, watches, everything. Yeah, watches I have to add something. Because customization നമ്മ ബാക്കിയെല്ലാം നോർമൽ ജ്വല്ലറി ആയിട്ട് നമ്മൾ കാണാറ്, പക്ഷേ വാച്ചസ് ഈസ് സംതിങ് വെരി യുണീക്ക്. യെസ്. ബേസിക്കലി നിങ്ങളുടെ അടുത്തൊരു നിങ്ങളൊരു റാഡോൻ്റെ വാച്ച് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ടു മേക്ക് ഇറ്റ് സംതിങ് വെരി യുണീക്ക് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഡയമണ്ട് സ്റ്റഡ് ആക്കാം ആ വാച്ചിൽ. സോ ദാറ്റ് ഈസ് ഗോൺ ബി എ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ഫോർ യു. നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ നിങ്ങളുടെ ഡിസൈനിൽ നമുക്ക് അതിൽ നിങ്ങളുടെ വാച്ചിൽ നമുക്ക് ഡയമണ്ട് ഇടാം. ഇത് ഈസ് ഓൾസോ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ ഗിഫ്റ്റിംഗ്, ബിക്കോസ് ദാറ്റ് ഈസ് ഗോൺ ബി എ വെരി യൂണിക് പ്രോഡക്റ്റ്. യെസ്. ഇതിപ്പോൾ നമ്മൾ നിങ്ങൾ ഇൻഹൗസ് ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, നിങ്ങളിതെല്ലാം എവിടെയാണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്? അതിനെല്ലാം ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ. നമ്മുടെ തന്നെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ബാംഗ്ലൂരിലും ഉണ്ട്, ബോംബെയിലും ഉണ്ട്. ഓക്കെ. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസൈൻ, എന്ത് ഐറ്റം പ്രൊഡക്റ്റ് ആണ് ആ പ്രകാരം വി ചൂസ് ബാംഗ്ലൂരിൽ ചെയ്യണം അല്ലെങ്കിൽ ബോംബെയിൽ ചെയ്യണം. ഓക്കെ. ആൻഡ് ദ ഡയമണ്ട്സ്, ഒരാൾക്കാർ ചോദിക്കും നിങ്ങളുടെ തന്നെ ഡയമണ്ട്, നിങ്ങൾ തന്നെ ഡയമണ്ട് ഉണ്ടാക്കണോ? നോ, ഇറ്റ് ഈസ് ബേസിക്കലി മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മുടെ സൂറത്ത് ഈസ് എ ഹബ് ഫോർ ദ ഡയമണ്ട്സ്. അവിടെയാണ് ഈ ഡയമണ്ട് മാനുഫാക്ചറിങ് ആണ്. അവിടെ നമ്മൾ റോ ഡയമണ്ട് എടുത്തിട്ട് നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റിൽ വി പ്രൊഡ്യൂസ് ദ ജ്വല്ലറി. ഓക്കെ. വി പ്രൊക്യൂർ ദ ലൂസ് ഡയമണ്ട്സ് ഫ്രം സൂറത്ത്. ഞങ്ങൾ ലൂസ് ഡയമണ്ട്സ് എടുത്തിട്ട് ഞങ്ങളെ ഫാക്ടറിയിൽ jewelry it gets manufactured there, the jewelry. That's why we give you 100% confidence that നിങ്ങൾ ഏത് ഡിസൈൻ കൊണ്ടുവന്നാലും we can do that because നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഈ ഞങ്ങൾ ഡ്രോയിങ് ചെയ്തിട്ട് ഞങ്ങൾ ഡിസൈനറെ കൊടുക്കും. ഡിസൈനർ ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ CAD എന്ന് പറയുന്നത് അവർ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അത് വി വിൽ സെൻഡ് ഇറ്റ് ദ കസ്റ്റമർ ഫോർ ദർ അപ്രൂവൽ. അത് കഴിഞ്ഞിട്ട് ഇത് പ്രൊഡക്ഷനിൽ പോകും. സോ അറ്റ് എവറി സ്റ്റെപ്പ് ദ കസ്റ്റമർ ഇസ് ഇൻവോൾവ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ടു ദ customer will eventually know how that design will come up right for coming. നിങ്ങൾ കസ്റ്റമൈസേഷൻ കുറെ ആൾക്കാർക്ക് പേടി ആറുണ്ട്, ഇത് ഔട്ട്കം എന്തായിരിക്കും ശരിയാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് വന്നൊരു ഡിസൈൻ നിങ്ങൾ കാണിച്ച് ഓക്കെ നിങ്ങൾ കൺഫേം ചെയ്ത് നമ്മൾ അഡ്വാൻസ് മേടിച്ച് വിത്തിൻ ഒരു 3 days നമുക്കൊരു CAD വരും, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അത് നമ്മൾ അവർക്ക് അയക്കും. സോ CAD ഈസ് ബേസിക്കലി ദ റോ സെയിം എന്താണ് ആ ഡിസൈൻ ആകാൻ പോകുന്നത്, അതിൽ കറക്റ്റ് മെഷർമെന്റും എത്ര ഡയമണ്ട്സ് ഉണ്ടാവും, ഗോൾഡ് ഉണ്ടാവും, എവറിത്തിങ് വിൽ ബി സ്പെസിഫൈഡ്. ദെൻ വെൻ ദ കസ്റ്റമർ കൺഫേംസ് ഓക്കെ ഇതാണ് ദിസ് ഇസ് വാട്ട് വി തോട്ട് ഓഫ്, ഈ ഡിസൈനാണെന്നാണ് ഉദ്ദേശിച്ചത്, ദെൻ വി പ്രൊസീഡ് ആൻഡ് വിത്തിൻ 14 days സാധനം ഓൺ ദ ടൈം ഓഫ് ഡെലിവറി മാത്രം നമ്മൾ ബാക്കി 50% പേയ്മെന്റ് എടുക്കണം. ഇനീഷ്യൽ നമ്മൾ 50% പേയ്മെന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി only when the customer is satisfied ബാലൻസ് എമൗണ്ട് എടുക്കണം. അപ്പോൾ ഇത് ഇറ്റ്സ് എ ബേസിക്കലി വെരി ട്രാൻസ്പെറൻറ്റ് ആണ്. നിങ്ങളിത് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവൻ ഞാൻ അറിയുന്നത് ഓക്കെ ലാബ് ഗ്രോൺ ഡയമണ്ട് ഒരു സാധനമുണ്ട്. നമ്മൾ മേ ബി നിങ്ങൾ രണ്ടുപേരും ഇതിനെപ്പറ്റി എന്നാണ് അറിയുന്നത്, ഓക്കെ സംതിങ് ഈസ് ദെയർ ലൈക്ക് ദിസ്, വി വിൽ ഗോ ഫോർ ഇറ്റ്, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അത് എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്നാ അറിഞ്ഞത്? ഡയമണ്ട് സത്യം പറയാൻ I never thought about because I am not a jewelry person at all. So I never thought in my dream also ഞാൻ ഡയമണ്ട് വിൽക്കും പറഞ്ഞിട്ട്. ഞാൻ സ്വർണ്ണം ഇടാറില്ല സത്യം പറഞ്ഞാൽ. സോ I never. പക്ഷേ നിഹാർ ഈസ് വൺ ഹു ഇൻട്രൊഡ്യൂസ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ബിക്കോസ് ഹി വാസ് ഇൻ ദിസ്. ഞങ്ങൾ ഈ ജ്വല്ലറി ഫീൽഡ് വി വർക്കിംഗ് ഇൻ ദിസ് ജ്വല്ലറി ഫീൽഡ് ഫോർ ഓൾമോസ്റ്റ് 7 years. അത് കഴിഞ്ഞിട്ട് വി ഹേർഡ് സം കോൺസെപ്റ്റ് കോൾഡ് ലാബ് ഗ്രോൺസ്. വി ഡിഡ് മോർ റിസർച്ച് അലോങ് വിത്ത് ദ ജോബ്. അത് കഴിഞ്ഞിട്ടാണ് വി തോട്ട് ദിസ് കുഡ് ബി എ തിങ്.
ഞങ്ങളുടെ മാനുഫാക്ചറേഴ്സ് ഗോൾഡ് ജ്വല്ലറി ഡയമണ്ട് we were very close with them because ഞങ്ങളുടെ ജോബ് wanted us to be very close. ഞങ്ങളുടെ ക്ലയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഡെയിലി ഇൻട്രാക്ഷനിൽ അവർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു that lab grown is going to be a thing in the future. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് we thought that this could be a thing. അപ്പോൾ കുറച്ചൊക്കെ റീസെർച്ച് ചെയ്തു. We found some good things in this. അപ്പോൾ അങ്ങനെയാണ് താങ്കൾ തുടങ്ങിയതാണ്. പക്ഷേ 1 year നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഈ തുടങ്ങണ മുമ്പ് 1 year മുതൽ ഇതിന്റെ പുറകിലായിരുന്നു ലാബ് ഗ്രോൺ. ഓക്കെ, സോ ദാറ്റ് വാസ് ദ മോസ്റ്റ് ഫൺ പാർട്ട് ആക്ച്വലി. ബിക്കോസ് ചലഞ്ചിങ് പാർട്ടാണോ അതോ ഫൺ പാർട്ടായിരുന്നു? അത് രണ്ടും പറയാം. ബിക്കോസ് രണ്ടും പറയാം. Business starts without a challenge. And all challenges are actually fun if you take in that way. പക്ഷേ എന്തായിരുന്നു സംഭവം അറിയാമോ? തുടങ്ങിയപ്പോൾ ഇനീഷ്യലി വി സ്റ്റാർട്ടഡ് ഇൻ ബാംഗ്ലൂർ ബിക്കോസ് നിഹാൽ വാസ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ വി തോട്ട് ബാംഗ്ലൂർ വലിയൊരു മാർക്കറ്റ് ആണല്ലോ. അങ്ങനെ അവിടെയാണ് നമ്മൾ എക്സിബിഷൻസ് തുടങ്ങിയത്. എക്സിബിഷൻസ് ആണ് ബിക്കോസ് ദാറ്റ് വാസ് ദ സോഴ്സ് ഓഫ് നോളജ് ഫോർ അസ്. ബിക്കോസ് നമ്മൾ ലാബ് ഗ്രോൺ എന്താണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് എല്ലാം പഠിച്ചു എന്താ സംഭവം. ആൻഡ് വി ഓൾസോ നോ എവിടെ നിന്നാ കിട്ടണം എല്ലാം. നമുക്ക് വി ഹാഡ് ഓൾ ദ തിങ്സ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു കസ്റ്റമറിന് എത്ര ലാബ് ഗ്രോണിന്റെ നോളജ് ഉണ്ട്, കസ്റ്റമർ ലാബ് ഗ്രോൺ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ, അതിനു വേണ്ടി വി ഹാവ് ടു ഗോ ടു ദ കസ്റ്റമർ, റൈറ്റ്? സോ ദാറ്റ്സ് വൈ വി തോട്ട് ലെറ്റ്സ് ഗോ ഫോർ ദ എക്സിബിഷൻസ്. എക്സിബിഷൻ പറഞ്ഞ വലിയ വലിയ എക്സിബിഷൻസ് അല്ല. വി സ്റ്റാർട്ടഡ് വിത്ത് വെരി സ്മോൾ എക്സിബിഷൻ. നമ്മൾ ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ പറയൂലേ, ഫ്ലീ മാർക്കറ്റിൽ നിങ്ങൾ ഡയമണ്ട് വിൽക്കാൻ പോയി. എക്സ്പീരിയൻസ് നമുക്ക് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റിൽ ഒരു എക്സിബിഷൻ ആയിരുന്നു. അപ്പൊ there is a guy നമ്മുടെ അടുത്ത സ്റ്റോളിൽ പാനിപൂരീസ് ആൻഡ് സമോസാസ്. ആൻഡ് നമ്മുടെ ഇവിടെ ഡയമണ്ട് വിൽക്കണല്ല, ബിക്കോസ് അവർ ഇന്റൻഷൻ ഇസ് നോട്ട് ടു സെൽ, അവർ ഇന്റൻഷൻ ഇസ് ടു മേക്ക് പീപ്പിൾ അവെയർ വാട്ട് ആർ ലാബ് ഗ്രോൺ. അപ്പൊ കസ്റ്റമർ അവിടെ നിന്ന് പാനിപൂരി കഴിച്ച് ഇവിടെ ഡയമണ്ട് കാണുമെന്ന് പേടിക്കും. ഇതെന്താ അവിടെ പാനിപൂരി വിൽക്കണ, ഇവിടെ നിങ്ങൾക്ക് ഡയമണ്ട് വിൽക്കണം. സോ ദാറ്റ് വാസ് ദ ഫൺ പാർട്ട്. സോ പക്ഷെ ബിക്കോസ് നമ്മൾ പറഞ്ഞ എഫോർഡബിലിറ്റി. So we want to approach more of a segment which can, because not higher segment matralla, we have to cater the mid-range segment. So that's why we wanted to go with that segment and ask people whether you will accept this. So that was the most fun part. We kore angane experience nama exhibition la aayittundu. പക്ഷേ സത്യം പറഞ്ഞാൽ that was the base and confidence that Naksh is here today. ആ ഒരു കോൺഫിഡൻസ് വെച്ചു, ആ ഒരു നോളജ്. ബിക്കോസ് എല്ലാം കസ്റ്റമർ വരുമ്പോൾ എല്ലാം വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആണ്. അവർ ബോംബിടണ ഇത് അങ്ങനെയാണോ ചില പക്ഷെ നമുക്ക് മനസ്സിലായത് അത് കറക്റ്റ് ആണല്ലോ അവരെന്താ പറഞ്ഞത്. ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ ആൾക്കാരുടെ ഇടയിലുള്ളതായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇങ്ങനെ വന്ന് പല ചോദ്യങ്ങളും ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ, പാനിപൂരിയുടെ അപ്പുറം വെച്ചിട്ട് ഡയമണ്ട് വെക്കുക. അപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തന്നെ തോന്നി, ഓ ഇത്രമാത്രം ഡൗട്ട് ഉണ്ടോ ആൾക്കാർക്ക് തോന്നി? എന്തായിരുന്നു ഒരു മിസ്കൺസെപ്ഷൻ എന്തായിരുന്നു ആൾക്കാർക്ക്? മൾട്ടിപ്പിൾ മിസ്കൺസെപ്ഷൻസ്. ആൾക്കാർ വന്നിട്ട് ചോദിക്കണ ഇത് അമേരിക്കൻ ഡയമണ്ട് ആണോ? ഇത് അമേരിക്കൻ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഫാൻസി ലേഡീസ് സ്റ്റോഴ്സിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് അമേരിക്കൻ ഡയമണ്ട്. ക്രിസ്റ്റൽസ് ആർ ആർട്ടിഫിഷ്യൽ. യെസ്, അതാണ് അമേരിക്കൻ ഡയമണ്ട്സ്. ഓക്കെ, അതാണോ എന്ന് അത് ഗ്ലാസ് ആണ് ബേസിക്കലി. അതായിരുന്നു ഒരു ഡൗട്ട് അല്ലേ? ഓക്കെ, പിന്നെ പ്രൈസ് കളർ പോവോ? റേറ്റ് ഇത്ര കുറവാണല്ലോ, അപ്പൊ പിന്നെ കളർ പോവൂലേ? ന്യായമായ ചോദ്യമാണല്ലേ റേറ്റ്? 100% ന്യായമായ ചോദ്യമാണ്. ഒരു പുതിയ കൺസെപ്റ്റ് ഡെഫിനറ്റ്ലി. പിന്നെ ഏറ്റവും വലിയ ഇപ്പൊ റേറ്റ് കുറവാണല്ലോ, അപ്പൊ പിന്നെ എക്സ്ചേഞ്ചും ബൈബാക്ക് ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക്. എക്സ്ചേഞ്ചും ബൈബാക്കും ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ? മീൻസ് ഓക്കെ, ഡയമണ്ട്സിന് ലാബ് ഗ്രോൺ ഡയമണ്ട്സിന് എക്സ്ചേഞ്ച് ആൻഡ് ബൈബാക്ക് ഓപ്ഷൻ ഉണ്ട്. 90% എക്സ്ചേഞ്ചും 80% ബൈബാക്ക് ആണ്. ഓക്കെ, സോ യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ലൂസ്. നമുക്ക് സെയിം സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ട്, സെയിം ആസ് നാച്ചുറൽ ഡയമണ്ട്. എക്സ്ചേഞ്ച് ഉണ്ട്, ബൈബാക്ക് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പ്രൈസ് പോയിന്റ് ഹ്യൂജ് ഡിഫറൻസ്. സോ ഇതിൽ നിങ്ങൾക്ക് ലൂസ് ചെയ്യാനൊന്നുമില്ല. ഇറ്റ്സ് എ വിൻ-വിൻ സിറ്റുവേഷൻ. യു ക്യാൻ ട്രഷർ ഇറ്റ് അല്ലേ? അത് തന്നെയാണ്. പുറം രാജ്യങ്ങളിലല്ല ഇത് ഭയങ്കര വൈഡ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കാര്യമാണ് അല്ലേ? പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇതൊരു ബൂമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പെട്ടെന്ന് എനിക്ക് നോർത്തിലേക്കും കുറച്ചും കൂടി ആൾക്കാർ, നോർത്ത് ഇന്ത്യയിലേക്കും കുറച്ചും കൂടി ആൾക്കാർ ഇതിനെപ്പറ്റി അവെയറാണ്. ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലാണ് കൂടുതൽ ഒരു ബൂമായിട്ട് വന്നത്? എപ്പോഴായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, സോ മൾട്ടിപ്പിൾ ടൈംസ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ so there was one instance where our prime minister gifted 7.5 single solitaire to Jill Biden. Okay. She was the first lady of the US back then. Yes, so Joe that Biden. at that point in time this lab grown concept really boomed in India. Okay, അതും 7 carats എന്ന് പറയുമ്പോൾ എത്ര പ്രൈസ് വരുന്നതെന്ന് പറയും? 7 carats അല്ലേ? 7 carats ലാബ് ഗ്രോൺ ഡയമണ്ട്. അപ്പോഴാണ് ആൾക്കാർ ഈ നോക്കിയത്, ഈ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്താ ഇത് കൊടുക്കണത്, അപ്പോഴാണ് ഈ ലാബ് ഗ്രോണിന്റെ ഈ വേർഡ് കണ്ട
ആൾക്കാരുടെ ക്ലിക്ക് ചെയ്ത് ലാബ് ഗ്രോൺ അപ്പോഴാണ് എല്ലാവരും സെർച്ച് ചെയ്യാൻ തുടങ്ങി ലാബ് ഗ്രോൺ എന്താ. സോ ദാറ്റ് വാസ് ദ ക്ലിക്ക് വേർ ഇൻ ഇന്ത്യ ആൾക്കാർ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ലാബ് ഗ്രോൺ. ഇത് എന്താ സംഭവം കൊടുത്തതെന്നില്ല, പ്രഷ്യസ് ഗിഫ്റ്റ് ആയിട്ട്. പക്ഷെ ഇത് ഇന്ത്യയിൽ മേ ബി ഒരു 3 വർഷമായിട്ടുണ്ടാവുള്ളൂ, 2-3 വർഷം. പക്ഷേ ഇത് ഔട്ട് ഓഫ് ഇന്ത്യ കുറേ ഫോറിൻ കൺട്രീസ്, യൂറോപ്പിലും US-ൽ ഓസ്ട്രേലിയയിലൊക്കെ ഇത് ഓൾറെഡി അവിടെ ഉണ്ട് ലാബ് ഗ്രോണിൽ. അവിടുത്തെ എനിക്ക് തോന്നുന്നു ഒരു 55% ഓഫ് ദ ഡയമണ്ട് ഇൻഡസ്ട്രി ഈസ് ഗവർൺ ബൈ ലാബ് ഗ്രോൺ നൗ. അവിടുത്തെ മെജോറിറ്റി ഓഫ് എൻഗേജ്മെന്റ് റിംഗ്സ് ആർ ഇൻ ലാബ് ഗ്രോൺസ് നൗ. അപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലേ, വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ ദി വെസ്റ്റ് റൈറ്റ് നൗ, 4 to 5 years down the line India will adopt that. അതെ. ആൻഡ് നോർത്തിൽ ഓൾറെഡി ഒരു 43% ഓഫ് ദ മാർക്കറ്റ് ഇപ്പോൾ ഡയമണ്ടിൽ ലാബ് ഗ്രോൺ ആണ്. ബിക്കോസ് അവിടെ ആൾക്കാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വെൻ ഈ കോസ്റ്റ് കേൾക്കുമ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ടെംപ്റ്റേറ്റിംഗ്. യു ക്യാൻ ബൈ എ ബിഗർ ഡയമണ്ട് വിത്ത് എ സ്മോളർ പ്രൈസ്. അതെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ കൊച്ചി മാർക്കറ്റിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പേഴ്സണൽ ഡിസ്കഷൻ്റെ ഇടയിൽ എനിക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം, കൊച്ചി മാർക്കറ്റ് റെസ്പോൺസിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് NRI മലയാളീസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമർ കിട്ടുന്നുണ്ടല്ലേ, ഒരു കസ്റ്റമർ ഒരു സെറ്റ് കിട്ടുന്നുണ്ട് ഇല്ലേ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? NRIs, ഐ മീൻ NRI മലയാളീസ്. ഞങ്ങൾ കുറേ കസ്റ്റമേഴ്സ് പ്രീ ബുക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു any which ways their wedding is going to happen in Kerala. അപ്പോൾ 2 months before that, 3 months prior to their dates of arrival, they pre-book. We will not have to help them understand what lab growns are. They already know. It's very much popular there in the West, Canada, US, like നല്ലൊരു പോപ്പുലാരിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു പ്രൈസ്ഡ് വ്യത്യാസം ഇവിടെ കാണും. അപ്പോൾ അവർ പ്രീ ബുക്ക് ചെയ്യും a month before their arrival, and it's very popular among our natives, our NRI Malayalis. ഗോൾഡിൻ്റെ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലാബ് ഗ്രോൺ ഡയമണ്ടിൻ്റെയും ഡയമണ്ട്സിൻ്റെയൊക്കെ റേറ്റ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എത്രത്തോളമൊക്കെ ഒരു വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പോൾ റീസെയിൽ വാല്യൂവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ്റെ കാര്യവും പറയണമല്ലോ, അതൊക്കെ എങ്ങനെയായിരിക്കും? ആദ്യം ലാബ് ഗ്രോൺ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് എക്സ്പെൻസീവ് ആക്ച്വലി. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പാർ ആസ് എ നാച്ചുറൽ ഡയമണ്ട് ആയിരുന്നു. പക്ഷേ എങ്ങനെ ആസ് ഡിമാൻഡ് കൂടിയപ്പോൾ റേറ്റ് കുറച്ചുകൂടി ഒരു കറക്ഷനായി ആൻഡ് നൗ ദ മാർക്കറ്റ് ഈസ് വെരി മച്ച് സ്റ്റേബിൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു യൂണിഫോം റേറ്റ്സ് ആയി. എപ്രീസിയേഷൻ വളരെ കുറവാണ്, പക്ഷേ ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് വിൽക്കാൻ പോകുമ്പോഴും അത് റേറ്റ് കുറച്ച് കുറവാവില്ല ഒരിക്കലും. നമ്മൾ കസ്റ്റമൈസേഷൻ്റെ കാര്യം പറഞ്ഞു, നക്ഷൻ്റെ ഒരു സ്പെഷ്യലൈസേഷനാണ് അത്. അപ്പോൾ എൻഗേജ്മെൻറ്റ് റിങ്സിനായിരിക്കുമല്ലോ കൂടുതൽ പോപ്പുലാരിറ്റി. നിങ്ങൾ എന്തെല്ലാം കൈൻഡ് ഓഫ് കസ്റ്റമൈസേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് റിങ്സ് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഡെഫിനറ്റ്ലി എൻഗേജ്മെൻറ്റ് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഒക്കേഷൻ ആൻഡ് എവറി വാണ്ട് സംതിങ് യുണീക്ക്. അപ്പോൾ നമുക്ക് കപ്പിൾ റിങ്സ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് കപ്പിൾ റിങ്സ് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ റിങ്സിൽ തന്നെ നിങ്ങൾക്ക് പേര് എൻഗ്രേവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഉള്ളിലൊക്കെ പേര്. പിന്നെ ചില റിങ്സിൽ നിങ്ങൾക്ക് മേളിൽ തന്നെ പേര് എഴുതണം. അത് നമുക്ക് ഡയമണ്ട് സ്റ്റഡ് വേണമെങ്കിൽ അതിലും പേര് എഴുതാം. കപ്പിൾ റിങ്സും കുറേ ഓപ്ഷൻസ് ഉണ്ട്, വെരി യുണീക്ക് ഓപ്ഷൻസ്. ആൻഡ് വൺ മോർ തിങ് ദാറ്റ് ഐ ഹാവ് ടു ആഡ് ഇസ്, നമ്മൾ സാധാരണ ഡയമണ്ട് കാണുമ്പോൾ നമുക്ക് സാധാരണ റൗണ്ട് ഷേപ്പ് അല്ല നമുക്ക് കൂടുതൽ കാണാറ്. പക്ഷെ ഇവിടെ ലാബ് ഗ്രോണിൽ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ ലോട്ട് ഓഫ് യുണീക്ക് ഷേപ്സ്, പെയർ ഷേപ്പ് ഉണ്ട്, മാർക്കീസ് ഉണ്ട്, ഓവൽ ഷേപ്പ്. അപ്പോൾ അങ്ങനെ ലോട്ട് ഓഫ് ഡിഫറെന്റ് ഷേപ്പ് ഓപ്ഷൻസ്. റേറ്റ് വൈസ് എല്ലാം സെയിം തന്നെ, റേറ്റ് ചേഞ്ച് ഇല്ല. പക്ഷേ യു വിൽ ബി വെയറിങ് സംതിങ് വെരി യുണീക്ക്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഉള്ള റൗണ്ട് അല്ല കാണാറ്. അപ്പോൾ ഇത് വേറെ ഷേപ്പ് ആണെങ്കിൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് ഇറ്റ് ആൻഡ് വിൽ ബി എ വെരി യുണീക്ക് പീസ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് ഓപ്ഷൻ വെൻ യു ഡു കസ്റ്റമൈസേഷൻ. And something new is also in your store, Portuguese cut something? Yeah, that is. We recently introduced Portuguese cut, one of its kind in Kerala. Yes. We are the first ones to introduce Portuguese cut to Kerala. Adile vyathyasam vecha regular diamonds round, so the brilliance or the brightness of the diamonds is always made with the cut of the diamonds. For regular diamonds there'll be around 57 facets was what is called cuts is basically facets. On the other hand, Portuguese cut has 3 times more the facets, which is close to 160 facets is there in Portuguese cut. Because of that, the brightness, the brilliance is 3 times more the regular diamonds. അപ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ? എൻഗേജ്മെന്റ് റിംഗ് ഒക്കെ ആയിട്ട് അതിട്ട് കഴിഞ്ഞാൽ നല്ല ഷൈൻ ആയിരിക്കും എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അതും വളരെ യുണീക്ക് ആണ്.
ഈ പോർച്ചുഗീസ് കട്ട് ഡയമണ്ട് പറഞ്ഞ അതിന്റെ പേര് വന്നിരിക്കുന്നത് ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദ പ്രിൻസസ് ഓഫ് പോർച്ചുഗീസ്. ഓക്കെ. ഈ അവരുടെ ക്രൗണിൽ യൂസ് ചെയ്യണായിരുന്നു ഈ പോർച്ചുഗീസ് ഈ കട്ട് ഓഫ് ഡയമണ്ട്സ് അവരുടെ. യെസ് യെസ്. അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ നോർമൽ ഡയമണ്ടിൽ പറഞ്ഞത് അറൌണ്ട് 56-57 ഫാസറ്റ്സ് ആണ്. ഫാസറ്റ്സ് മീൻസ് കട്ട്സ്. കട്ട് പറഞ്ഞാൽ എത്ര കൂടുതൽ കട്ടായിരിക്കും അതിന്റെ ബ്രില്യൻസ്, ഫയർ, ബേസിക്കലി ഷൈൻ കൂടും. അപ്പൊ ഈ പോർച്ചുഗീസ് കട്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ it has more than 160 facets. It's basically 3 times more than the normal diamond. Appo it will be more shinier, more fire. Yes. So that അത് വളരെ ഒരു യൂണീക്കാണ്. അത് നിങ്ങൾ കണ്ട അപ്പം തന്നെ അയ്യോ ഇതെന്താണ് സംഭവം. ആൻഡ് ഫ്രാങ്ക്ലി നിങ്ങൾ ഒരു നോർമൽ റൂമിൽ അതിൽ ലൈറ്റ് ഇട്ടാണ്ട ലൈറ്റ് റേ അതിൽ വീഴുമ്പോൾ ആ ഫുൾ റൂം നിങ്ങൾക്ക് ഡിസ്കോ ആവും. ഇറ്റ്സ് വെരി യൂണിക്. ഈ സ്പെഷ്യൽ ലൊക്കേഷനിൽ പറഞ്ഞ ഈ സ്പെഷ്യൽ അതിനു വേണ്ടി ദിസ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ. എൻഗേജ്മെന്റ്സിനൊക്കെ. ഇനി ഇതേപോലെ നമ്മൾ ഇപ്പം സംസാരത്തിനിടയിൽ പല പ്രാവശ്യം പറഞ്ഞു ഷൈന് സെയിം ആണ്, പ്രോപ്പർട്ടീസിൻ്റെ കാര്യമല്ല. ഞാൻ നാളെ ഒരു നാച്ചുറൽ ഡയമണ്ടും ഒരു ലാബ് ഗ്രോൺ ഡയമണ്ടും കൂടെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ പെട്ടെന്ന് കൊണ്ടുവരുവാണ്. ഇല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദ ബിഗ്ഗസ്റ്റ് ഓഫ് ജെമോളജിസ്റ്റ് കനോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ടു. ഞങ്ങൾ പെൻ ടെസ്റ്റർ വരും, പെൻ ടെസ്റ്റർ തന്നെ ലാബ് ഗ്രോൺ ഡയമണ്ട് തന്നെ കാണിക്കും. ഡയമണ്ട് പെൻ ടെസ്റ്റർ ഉണ്ട്. ഓക്കെ. അതിൻ്റെ ഉള്ളിലാണെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലാബ് ഗ്രോൺ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡയമണ്ട് തന്നെ കാണിക്കുള്ളൂ. യെസ്. നിങ്ങൾ ഒരു നാച്ചുറൽ ഡയമണ്ട് വേറെ ചെയ്ത് പറഞ്ഞാൽ ദെൻ യു വിൽ സേ ഇത് എന്താണ് ഐഡന്റിഫൈ ചെയ്തോളൂ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഡയമണ്ട് തന്നെ നിങ്ങൾ വേറൊരു സ്റ്റോറിൽ കൊണ്ടുപോവാ, ഡയമണ്ട് സ്റ്റോറിൽ കൊണ്ടുപോവാ, അവർക്ക് ചോദിച്ചു നോക്കുക ഇത് ലാബ് ഗ്രോൺ ആണ്, മീൻസ് ഡയമണ്ട് ആണോ ഇല്ലേ. അവരെന്താ ചെയ്യണം, ഈ ഡയമണ്ട് ടെസ്റ്റർ എടുത്തത് അതിലിട്ട് നോക്കും, ടെസ്റ്റ് ചെയ്യും. അതിൽ ഓൺലി തിങ് ഇറ്റ് വിൽ ഷോ യു ഡയമണ്ട് ആണോ ഇല്ലേ. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് ദ സെയിം. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ക്യാരക്ടർ സെയിം ആണ്. അത് പറഞ്ഞ പോലെ ബിഗ്ഗസ്റ്റ് ഓഫ് ജെമോളജീസ് നമുക്ക് ഫിസിക്കലി നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല അത് ലാബ് ഗ്രോൺ ആണ് അല്ലെങ്കിൽ നാച്ചുറൽ ആണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ ഗോൾഡ് വാങ്ങാൻ പോകുമ്പോൾ 916 ആണോ നോക്കും, കൂടെ ഡയമണ്ടും വരും ഗോൾഡിൻ്റെ കൂടെ. അപ്പം ഡയമണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പറഞ്ഞ പോലെ ഗോൾഡ് മേടിക്കുമ്പോൾ ദേ ഹാവ് എൻ ഐഡിയ 916 ആണോ ഒക്കെ ഹോൾമാർക്ക്ഡ് ആണോ എല്ലാം ചോദിക്കും. പക്ഷേ ഡയമണ്ട് മേടിക്കുമ്പോൾ ദേ കുറച്ച് നോളജ് ലാക്കിംഗ് ഉണ്ട്. ഒരു ഡയമണ്ട് മേടിക്കുമ്പോൾ നമുക്ക് ദർ ആർ 4 C's ദാറ്റ് യു ഹാവ് ടു സീ: കട്ട്, കളർ, ക്ലാരിറ്റി ആൻഡ് ദി ക്യാരറ്റ്സ്. ഓക്കെ. അതാണ് ഒരു ഡയമണ്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണത്, തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പാരാമീറ്റർ ഒന്ന് കളർ, ഏത് കളർ ഡയമണ്ട് ആണ്, ഏത് ക്ലാരിറ്റിയാണ്. അതാണ് ആ ഒരു ഡയമണ്ടിന്റെ ഷൈൻനെസ് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ സാധാരണ പറഞ്ഞ് DEF കളേഴ്സ് ആണ്. കളറിൽ DEF ആർ ദ ബെസ്റ്റ് കളേഴ്സ് വിച്ച് ആർ കളർലെസ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാണ് GHIJ ആൻഡ് ലോവർ ഗ്രേഡ് കളേഴ്സ്. അപ്പോൾ ഒരു DEF കളർ ഡയമണ്ട് റേറ്റും ഒരു GHI കളറിന്റെ ഡയമണ്ട് റേറ്റ് വിൽ ബി ഹ്യൂജ് ഡിഫറൻസ്. കളേഴ്സ് ഡിഫറൻസ് വരുമ്പോൾ റേറ്റും ഡിഫറൻസ്. സെയിം ഹാസ് ഇൻ ദ ക്ലാരിറ്റി. IF ആണ് ഏറ്റവും ബെസ്റ്റ് ക്ലാരിറ്റിയിൽ പറഞ്ഞത്, ഇന്റർണലി ഫ്ലോലെസ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാണ് VVS ആൻഡ് VS ആൻഡ് ലോവർ. സോ ഈ രണ്ട് പാരാമീറ്റർ ആണ് ഒരു ഡയമണ്ട് പ്രൈസ് ഡിറ്റർമൈൻ. ചില പ്രാവശ്യം നമ്മൾ ഡയമണ്ട് ഷോപ്പിൽ ഒരു സെയിം ജ്വല്ലറി കാണുന്നു, സെയിം ഐറ്റം, ഗോൾഡും സെയിം ആണ്, ഡയമണ്ടും സെയിം ആണ്. പക്ഷെ ഇത് ചിലപ്പോൾ 10,000 ആണ്, മറ്റേത് ചിലപ്പോൾ 25,000 ആണ്. എന്തിനാ ഡിഫറൻസ്? ആൾക്കാർ ഡയമണ്ട് അല്ലേ മേടിച്ചോളൂ. പക്ഷെ അത് ഷോറൂം കണ്ടീഷനിൽ ദാറ്റ് വിൽ ലുക്ക് ഷൈനർ. ഒന്ന് കുറച്ച് ദിവസം പുറത്തു പോയാൽ ഇട്ട അപ്പം തന്നെ മനസ്സിലാവും അതിന്റെ കളർ മങ്ങലാണ്. മേ ബി ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് കളറാണ്. ബിക്കോസ് അതിന്റെ കളർ ക്ലാരിറ്റി കുറവാണ്. അപ്പൊ നമ്മൾ നക്ഷലിവിടെ വെച്ചിരിക്കുന്ന ബെസ്റ്റ് കളേഴ്സ് ആണ്. നമ്മുടെ എല്ലാ ഡയമണ്ട്സ് DEF കളേഴ്സ് ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് മോർ ഷൈനിയർ. ചില കസ്റ്റമേഴ്സ് വി ഹാവ് പേഴ്സണൽ എക്സ്പീരിയൻസ്, അവരുടെ ഷോപ്പിൽ വരുമ്പോൾ ഡയമണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ആണല്ലോ തോന്നുന്നു. നമ്മൾ ചോദിക്കും എന്തിനാ, നല്ല കളറാണല്ലോ, നല്ല ഷൈൻ അടിക്കണം. ബിക്കോസ് ദേ ആർ നോട്ട് യൂസ് ടു സീ, മേ ബി ദേ മസ്റ്റ് ബി ബൈയിങ് ലോവർ ഗ്രേഡ് കളേഴ്സ്. സോ നമ്മുടെ എല്ലാം DF കളർ കാണുമ്പോൾ ദേ വിൽ ഫീൽ ദാറ്റ് ഉള്ള ഷൈനി. അപ്പോൾ പക്ഷെ അവർക്ക് തോന്നുന്നത് ആർട്ടിഫിഷ്യലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഷൈനി. ബിക്കോസ് വി സേ ദം ഇത് DF കളേഴ്സ് ആണ്, ഈ ക്ലാരിറ്റി ആണ്. സർട്ടിഫിക്കറ്റ്സിലെല്ലാം ഉണ്ട്. All these 4 factors are mentioned in the certificates. Yes. Okay. അപ്പോൾ നമ്മൾ 4 C's പറഞ്ഞത്. So these are the parameters that you have to see when you buy a diamond. നമ്മൾ റേറ്റും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പാരാമീറ്റർ നോക്കണം. ഓക്കെ. ഇപ്പോൾ ലാബ് ഗ്രോൺ വന്നു, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ ഓഫ് നാച്ചുറൽ ഡയമണ്ട്സ് എന്തായിരിക്കും? ഇത് കൂടുതൽ അഫോർഡബിൾ ആകുമ്പോൾ
അതിൻ്റെ ഒരു ഫ്യൂച്ചർ? അങ്ങനെയല്ല, ബോത്ത് വിൽ റൺ സൈമിൾട്ടേനിയസ്ലി. There are customers who will prefer natural diamonds, but we are catering to the majority of the population. ഞാൻ പറഞ്ഞില്ല മുമ്പ്, ഒരു മിഡിൽ ക്ലാസ്. പുതിയ കാറ്റഗറി ഈസ് കമ്മിങ് അപ്പ്, ഹൈ ഏർണിംഗ് category will always want to aspire to buy a diamonds. These lab growns will be accessible to them. So a huge population, even more number of people will start accessible to the diamonds through lab growns. For both the industries, both the categories, natural and lab growns, will run together. We are not competitors. We want to run together. Yes. ആൻഡ് വി അവർ സെൽഫ് മാർക്കറ്റ് നമ്മൾ ഒന്ന് കോസ്റ്റ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ വൺ മോർ മേജർ പാരാമീറ്റർ, 2 ഡിഫറൻസാണ് സത്യം പറഞ്ഞാൽ ഉള്ളത് ലാബ് ഗ്രോൺ നാച്ചുറലിൽ. ഒന്ന് കോസ്റ്റ്, ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാ. സെക്കൻഡ് തിങ്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വി ആർ മൂവിങ് ടുവേർഡ്സ് മോർ ഓഫ് എ ഗ്രീനർ, ഒരു എൻവയറമെന്റൽ ഫ്രണ്ട്ലി, സസ്റ്റൈനബിൾ ആണോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് കുറേ ആൾക്കാർ ഇപ്പോൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യ വെസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കോസ്റ്റ് അല്ല, സസ്റ്റൈനബിലിറ്റി ആണ് ചോദിക്കുന്നത്. നമ്മൾ കൂടുതൽ കൺസേൺഡ് ആയി വരുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ദിസ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആർ ഓൾസോ കോൾഡ് ഗ്രീനർ ഡയമണ്ട്സ്. ബിക്കോസ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇതിന്റെ ബേസ് ഈസ് എ നാച്ചുറൽ ഡയമണ്ട് ഉള്ളി, പക്ഷെ അത് വെച്ചിട്ട് ഒരു നാച്ചുറൽ ഡയമണ്ട് റഫ് വെച്ചിട്ട് നമുക്കൊരു 10 to 12 ലാബ് ഗ്രോൺ ഉണ്ടാക്കാം. സോ യു ആർ റെഡ്യൂസിങ് മൈനിങ് by around 80 to 90%. So it becomes നമ്മുടെ carbon footprint കുറവാകണം. So it becomes more sustainable and environmental friendly. So നമ്മുടെ tagline is, it is sustainable to your pocket, sustainable to the environment. ഈ ഗ്രീൻ ഡയമണ്ട് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. In one of his interviews on NDTV. Lab grown diamonds is also known as green diamonds. Yes. എന്തായാലും വിഷിംഗ് നെക്സ്റ്റ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഫ്ലറിഷ് ആവട്ടെ. കൊച്ചിയിൽ മാത്രമല്ല, ഇനി ത്രൂ ഔട്ട് കേരള നിങ്ങൾക്ക് കുറേ ഷോറൂംസ് വരട്ടെ. ആൻഡ് ലെറ്റ് us all also be the part of your success. Wishing you both a very Thank you. Thank you so much.